സംസ്ഥാനത്ത് വലിച്ചെറിയുന്ന മദ്യക്കുപ്പികളുടെ എണ്ണം കുറയ്ക്കാനുള്ള നടപടിയുമായി തദ്ദേശ വകുപ്പ്. മദ്യം വാങ്ങുമ്പോൾ ഒരു കുപ്പിക്ക് 20 രൂപ അധികമായി നൽകണം. ഈ തുക ഡെപ്പോസിറ്റ് ആയിരിക്കും. കുപ്പി തിരികെ ഔട്ട്ലെറ്റിൽ കൊണ്ട് നൽകിയാൽ തുക തിരിച്ചു നൽകും. പ്ലാസ്റ്റിക്, ചില്ലടക്കമുള്ള എല്ലാ കുപ്പികൾക്കും 20 രൂപ ഈടാക്കും. വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ബിവറേജസ് കോർപ്പറേഷൻ. അപ്പം അത് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്ന് കണ്ടു. പൂർണ്ണമായും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റുക എന്നത് ഒറ്റയടിക്ക് സാധ്യമായൊരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് 800 രൂപ വില വരുന്നതിന് മുകളിലുള്ള എല്ലാ ബോട്ടിലുകളും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റും. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തിരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ബോട്ടിലിനും 20 രൂപ ഡെപ്പോസിറ്റായിട്ട് അധികമായിട്ട് ഈടാക്കും. ബോട്ടിൽ ബെവ്കോയുടെ ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തിച്ചാൽ QR കോഡ് പതിപ്പിച്ചതായിരിക്കും. അത് തിരിച്ചെത്തിച്ചാൽ ഈ 20 രൂപ തിരിച്ചു കൊടുക്കും. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിജോ, മദ്യക്കുപ്പി തിരികെ നൽകിയാൽ 20 രൂപ നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ മദ്യത്തിന് വില കൂടുന്നു എന്നല്ലേ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്? അതുപോലെ തന്നെ എല്ലാവരും ഈ കുപ്പി തിരികെ ഏൽപ്പിക്കുമെന്നാണോ ബിവറേജസ് കോർപ്പറേഷനും കരുതുന്നത്? ദിവ്യ, ഇതിനകത്ത് ഈ മദ്യപിക്കുന്ന ആളുകളെ സംബന്ധിച്ചുകൊണ്ട് മദ്യത്തിന് വില കൂടുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ മദ്യപിക്കാൻ പോകുന്ന പല ആളുകളും, ചില ആളുകളുണ്ട് സ്വന്തം കയ്യിലെ പൈസ മുടക്കി ഒറ്റയടിക്ക് പോയി പണം മുടക്കി മദ്യം വാങ്ങും. മറ്റു പല ആളുകളും ഈ ഷെയർ ആക്കിയിട്ടാണ് ബീവറേജിൽ പോയി ഈ കുപ്പി വാങ്ങുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കുപ്പി വാങ്ങണമെങ്കിൽ 20 രൂപ അധികമായിട്ട് ഷെയർ വാങ്ങേണ്ടി വരും. അപ്പോൾ ഈ സംസ്ഥാനത്ത് ഈ വലിച്ചെറിയുന്ന മദ്യക്കുപ്പികളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അത് സെപ്റ്റംബർ മാസം മുതൽ നടപ്പിലാക്കുകയും ചെയ്യും. അതായത് 2 കാര്യങ്ങളുണ്ട്. 800 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ മദ്യക്കുപ്പികളും ചില്ല് ബോട്ടിൽ ഗണത്തിലേക്ക് മാറും. 800 രൂപയ്ക്ക് താഴെയുള്ള മദ്യക്കുപ്പികളെല്ലാം പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കും. ചില്ലുകുപ്പി ആയാലും പ്ലാസ്റ്റിക് ബോട്ടിലായാലും ഇത് ബീവറേജിൽ നിന്ന് മദ്യം വാങ്ങുമ്പോൾ അതിന് നമ്മൾ അധികമായിട്ട് എത്ര രൂപയാണോ മദ്യത്തിന്റെ വില അതിന്റെ കൂടെ അധികമായിട്ട് 20 രൂപ കൂടി നൽകണം. ആ 20 രൂപ കൂടി നൽകിയാൽ മാത്രമേ മദ്യം കിട്ടുകയുള്ളൂ. അപ്പോൾ ആ 20 രൂപ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ആണ്. ഈ മദ്യപിച്ചതിന് ശേഷം ഈ കുപ്പി ഏത് ഔട്ട്ലെറ്റിൽ നിന്നാണോ വാങ്ങിയത് അതേ ഔട്ട്ലെറ്റിലേക്ക് ഈ കുപ്പി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപ തിരികെ ലഭിക്കും. അപ്പോൾ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നത് ഈ മദ്യപിച്ച ആളുകൾ ഈ മദ്യപിച്ചതിന് ശേഷം ഈ കുപ്പി അതേ ഔട്ട്ലെറ്റിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപ കിട്ടും. 20 രൂപ തിരിച്ച് അവർക്ക് കൊടുക്കുക മാത്രമല്ല, മദ്യക്കുപ്പി വലിച്ചെറിയുന്നത് തടയാൻ കഴിയും. അതായത് ഒരു പരിധി വരെ പുറത്തേക്ക് വലിച്ചെറിയുന്ന ഈ മദ്യക്കുപ്പികളുടെ എണ്ണം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ ഇതിലൂടെ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാർ പങ്കുവെക്കുന്നത്. എന്തായാലും മദ്യപിച്ച ആളുകളൊക്കെ അതിനുശേഷം ഈ കുപ്പി കൊണ്ട് മേടിച്ച് അതേ ഔട്ട്ലെറ്റിലേക്ക് കൊണ്ട് കൊടുക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതൊന്നും കൊണ്ടു കൊടുക്കുക പ്രായോഗികമല്ല. അപ്പോൾ എന്തായാലും തത്വത്തിൽ മദ്യം മേടിക്കുന്ന ആളുകളെ സംബന്ധിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അധികമായിട്ട് 20 രൂപ കൂടി കൊടുക്കേണ്ടി വരും. കാരണം അതുപോലെ തന്നെ ഈ കുപ്പി കൊണ്ടുവരുമ്പോൾ പണം കൊടുക്കുക എന്ന് പറയുന്നതിലും ഈ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളില്ലേ? ദിവ്യ, പ്രായോഗികമായ ബുദ്ധിമുട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ജീവനക്കാരെ ഏർപ്പെടുത്തും. ഇപ്പോൾ ഈ പറയുന്ന പോലെ തിരുവനന്തപുരം ബീവറേജിലെ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു മദ്യം വാങ്ങാനായിട്ട് ഒരാൾ പോകുന്നു. അയാൾ അവിടുന്ന് ഈ മദ്യം വാങ്ങിയതിനു ശേഷം പിറ്റേ ദിവസം ഈ മദ്യപിച്ചതിന് ശേഷം ഈ കുപ്പി അതേ ഔട്ട്ലെറ്റിൽ കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ ഇന്നലെ കൊടുത്ത 20 രൂപ ഡെപ്പോസിറ്റ് തുക 20 രൂപ മടക്കി നൽകുന്നു. ഇതിപ്പോൾ മദ്യം വാങ്ങാനായിട്ട് വരുന്ന ആളുകൾ ഒരു സൈഡിൽ ക്യൂ നിൽക്കുന്നു. ഈ മദ്യക്കുപ്പി തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പോകുന്ന ആളുകൾ മറുവശത്ത് ക്യൂ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ മദ്യ ഷോപ്പുകൾക്ക് മുമ്പിൽ വലിയ ക്യൂ ഇങ്ങനെ ഉണ്ടായാൽ അനുഭവപ്പെടുന്ന ഒരു കാര്യം ഉറപ്പാണ്. അപ്പോൾ കൂടുതൽ ജീവനക്കാരെ അടക്കം അതിന്റെ മുമ്പിലേക്ക് ഇവിടെ നിയമിക്കുന്ന കാര്യമടക്കം സംസ്ഥാന സർക്കാർ ആലോചിക്കും എന്നുള്ള കാര്യമാണ് മന്ത്രി MP രാജേഷ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്തായാലും നാളെ മുതൽ നടപ്പിലാക്കുകയല്ല, ഇതിന് കുറച്ചുകൂടി സാവകാശമുണ്ട്. സെപ്റ്റംബർ മാസം മുതൽ ഇങ്ങനെ നടപ്പിലാക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പിലും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിലും ഉള്ളത്. ഇത് എക്സൈസ് വകുപ്പിന്റെ കാര്യമല്ല എന്നാണ് മന്ത്രി പറയുന്നത്. തദ്ദേശ വകുപ്പ് ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തുന്ന ഈ പുറത്തേക്ക് മദ്യക്കുപ്പികൾ വലിച്ചെറിയുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം എന്ന നിലയിലാണ് മദ്യം വാങ്ങുമ്പോൾ 20 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് നൽകുന്നത്. കുപ്പി കൊണ്ട് എവിടുന്നാണോ മദ്യം വാങ്ങിയത് അതേ ഔട്ട്ലെറ്റിലേക്ക് ആ കുപ്പി കൊണ്ട് തിരികെ കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപ തിരികെ നൽകും. അതോടൊപ്പം തന്നെ 800 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ മദ്യക്കുപ്പികളും ചില്ല് ബോട്ടിലേക്ക് മാറുകയാണ്. 800 രൂപയ്ക്ക് താഴെയുള്ള മദ്യക്കുപ്പികൾ മാത്രമായിരിക്കും പ്ലാസ്റ്റിക് ഗണത്തിൽ ഉൾപ്പെടുക. അങ്ങനെ ക്രമേണ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് തദ്ദേശ വകുപ്പ് ആലോചിക്കുന്നത്. പക്ഷേ ഇത് തത്വത്തിൽ ഈ പറയുന്നത് പോലെ മദ്യം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചുകൊണ്ട് അധികമായിട്ട് 20 രൂപ നൽകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു എന്നുള്ളതാണ്